ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ CUET അനലൈസ് ചെയ്യാൻ വേണ്ടി എടുത്തിരുന്ന ആർട്ടിക്കിൾ ഹിന്ദുസ്ഥാൻ ടൈംസിൽ ഫരീഹ ഇഫ്തിഖർ എഴുതിയ ഒരു ആർട്ടിക്കിളായിരുന്നു. ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു എന്തുകൊണ്ടാണ് ഞാൻ ഈ ആർട്ടിക്കിൾ എടുത്തത്. കാരണം ഫരീഹ ഇഫ്തിഖർ ഈ ഒരു ഏരിയയിൽ കുറേ കാലമായി എക്സ്പെർട്ടീസ് ഉള്ള ഒരു ജേർണലിസ്റ്റ് ആയതുകൊണ്ടും അവരുടെ ആർട്ടിക്കിളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം വളരെ ഓതന്റിക് ആയതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞ കാര്യം UGCയും ശരിയാണെന്ന് പറയുന്ന ഒരു ട്വീറ്റാണിത്. അവർ ഫരീഹ ഇഫ്തിഖറിൻ്റെ ഈ ഒരു ആർട്ടിക്കിളിനെ ട്വീറ്റ് ചെയ്തിരിക്കുകയാണ്. വളരെ കാര്യമായി തന്നെ എല്ലാ ഡീറ്റെയിൽസും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഫരീഹ ഈ ഒരു ആർട്ടിക്കിൾ എഴുതിയിരിക്കുന്നത്, ഈ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് എന്നാണ് UGC പറയുന്നത്. CUETയുടെ കാര്യത്തിൽ നമ്മൾ സഞ്ചരിക്കുന്ന വഴി, നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴി തെറ്റിയിട്ടില്ല, അത് ശരി തന്നെയാണ്. CUET നമ്മളുടെ രാജ്യത്തെ ഹയർ എഡ്യൂക്കേഷനിൽ കൊണ്ടുവരാൻ പോകുന്ന മാറ്റങ്ങൾ വളരെ മാസീവായിട്ടുള്ള മാറ്റങ്ങൾ തന്നെയാണ്. ഇത്രയും വലിയൊരു മൂവ് ആയതുകൊണ്ട് തന്നെ ഗവൺമെന്റിന്റെ ഇതിന്റെ പുറത്ത് ഒരുപാട് ചർച്ചകൾ, ഒരുപാട് ഡിബേറ്റ്സ് നടക്കുന്നുണ്ട്. രാജ്യത്തെ എല്ലാ പ്രധാനപ്പെട്ട ന്യൂസ് ഔട്ട്ലെറ്റുകളിലും, അതിപ്പം CNN ആയിക്കോട്ടെ, ഇന്ത്യൻ എക്സ്പ്രസ് ആയിക്കോട്ടെ, ഹിന്ദുസ്ഥാൻ ടൈംസ് ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട് ന്യൂസ് പേപ്പേഴ്സിലും അതുപോലെ തന്നെ ചാനലുകളിലും ഈ ഒരു കാര്യം CUET നല്ലതാണോ ചീത്തയാണോ, CUETയിൽ അറിയേണ്ടത് എന്തൊക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. മലയാളം ചാനൽസ് ഇനി അതിലേക്ക് അധികം കാര്യമായിട്ട് എത്തിയിട്ടില്ല. ക്ലിപ്പിംഗ്സ് ഒക്കെ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ മലയാളം ന്യൂസ് പേപ്പേഴ്സ് ഇത് നല്ല രീതിക്ക് കവർ ചെയ്തിട്ടുണ്ട്. ഒരുവിധം എല്ലാ ന്യൂസ് പേപ്പേഴ്സിലും ഇതിനോടകം ഇതിനെപ്പറ്റി ഒരു ആർട്ടിക്കിളെങ്കിലും വന്നു കഴിഞ്ഞു. ഈ കാര്യങ്ങളെല്ലാം തന്നെ അറിഞ്ഞിരിക്കേണ്ടത് ഒരു CUET ആസ്പെറന്റ് എന്ന നിലയ്ക്ക് ഒരു വിദ്യാർത്ഥിയുടെ കടമ തന്നെയാണ്. നിങ്ങൾ എഴുതാൻ പോകുന്ന പരീക്ഷ, ആ പരീക്ഷ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങൾ, ആ പരീക്ഷയിൽ വരുന്ന കാര്യങ്ങൾ, ഇതെല്ലാം കൃത്യമായി മനസ്സിലാക്കിയ ശേഷം മാത്രം നിങ്ങൾ ആ എക്സാം അപ്പിയർ ചെയ്താൽ മതി. അതാണ് അതിന്റെ ശരിയായ രീതി. ഇത്രയും സോഴ്സുകളിൽ നിന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ഒറ്റയ്ക്ക് അനലൈസ് ചെയ്ത് അതിൽ നിന്നൊരു തീരുമാനം എടുക്കാൻ ബുദ്ധിമുട്ടും എന്നുള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്കായിട്ട് ഞങ്ങൾ ഒരുപാട് ട്വീറ്റുകളും അതുപോലെ മറ്റ് ഫോംസ് ഓഫ് സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള ചില പേഴ്സ്പെക്റ്റീവ്സും ഇവിടെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുകയാണ്. ഞാൻ പറഞ്ഞു ഒരുപാട് ഡിബേറ്റ്സ് ഉണ്ട്. ഇതെല്ലാം സോഷ്യൽ മീഡിയയിലുള്ളതായിക്കോട്ടെ, ചാനൽ ചർച്ചകളിലുള്ളതായിക്കോട്ടെ, ഇതെല്ലാം നമുക്കിവിടെ അനലൈസ് ചെയ്യുക ഇമ്പോസിബിൾ ആണ്. കാരണം ഒരുപാട് ടൈം വേണ്ട ഒരു പ്രോസസ്സായിരിക്കും അത്. CUETയെ പറ്റി വ്യത്യസ്തമെന്ന് തോന്നിയ കുറേ പേഴ്സ്പെക്റ്റീവ്സ് ഉണ്ട്. അതിൽ നിന്നെല്ലാം ഓരോന്നെടുത്തിട്ട് നമ്മൾ നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുകയാണ്. ഇത് ഓരോരുത്തരുടെയും പേഴ്സണലായിട്ട് CUETയെ പറ്റി തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കത് ശരിയെന്നോ തെറ്റെന്നോ തോന്നാം. പക്ഷേ ഇതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു സ്ഥാനത്ത് നിന്നുകൊണ്ട് ഒരു വ്യക്തി പറയുന്ന കാര്യങ്ങളാണ്. CUETയുടെ എല്ലാ വശങ്ങളും അല്ലെങ്കിൽ CUETയെ എല്ലാ സൈഡിൽ നിന്നും നിങ്ങൾക്ക് കാണാൻ, അതിൻ്റെ പല പേഴ്സ്പെക്റ്റീവ്സ് അറിയാൻ വേണ്ടി നമുക്ക് എത്രയും പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് CUET അതുപോലെ HSCE പറ്റിയെല്ലാമുള്ള ഓതന്റിക് ആൻഡ് പ്രോംപ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് കിട്ടുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. HSCE CUET മാത്രമല്ല, നമ്മളുടെ ഹയർ എഡ്യൂക്കേഷനെ പറ്റി വരുന്ന കാര്യപ്പെട്ട എല്ലാ മാറ്റങ്ങളും ഞങ്ങളിവിടെ വീഡിയോസായി പ്രസൻറ്റ് ചെയ്യുന്നതായിരിക്കും. മുൻപുള്ള എല്ലാ CUET വീഡിയോസിലും ഞാൻ പറഞ്ഞിരുന്നു UGC ചെയർപേഴ്സൺ ആയിട്ടുള്ള ജഗദേഷ് കുമാറാണ് CUETയെ പറ്റിയുള്ള എല്ലാവിധ അപ്ഡേറ്റ്സും ആദ്യം തന്നെ ഡിസ്ക്ലോസ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം ചാനൽ ചർച്ചകളിൽ വന്നിട്ടും അതുപോലെ റിപ്പോർട്ടേഴ്സുമായിട്ടുള്ള ഇന്റർവ്യൂസിലൂടെയും CUETയെ സംബന്ധിച്ചുള്ള ഒരുപാട് ഡീറ്റെയിൽസും ആൾക്കാർക്ക് അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് തോന്നാൻ സാധ്യതയുള്ള ഒരുപാട് കൺസേൺസും അഡ്രസ് ചെയ്തിട്ടുണ്ടായി. സോ ഈ ഒരു പേഴ്സ്പെക്റ്റീവ് ഒന്ന് നമുക്ക് പറഞ്ഞു തുടങ്ങാം. അദ്ദേഹം പറയുന്നത് CUET 2022 എന്ന് പറയുന്ന എക്സാം വളരെ സ്റ്റുഡന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു എക്സാം ആയിരിക്കുമെന്നാണ്. പോരാത്തതിന് ഏതൊരു യൂണിവേഴ്സിറ്റിക്കും CUET വഴി തങ്ങളുടെ സ്റ്റുഡൻസിനെ എടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി UGC പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു CUET 2022 തൊട്ട് എന്നും അദ്ദേഹം പറയുന്നു. ഇതിനെ സ്റ്റുഡന്റ് ഫ്രണ്ട്ലി എന്ന് അദ്ദേഹം വിളിക്കാൻ കാരണം മുൻപ് ഒരുപാട് എക്സാംസ് എഴുതി ബുദ്ധിമുട്ടിയിരുന്ന സ്റ്റുഡൻസിന് ഈ ഒരൊറ്റ എക്സാമിലൂടെ ഈ പറഞ്ഞ കോളേജസിലേക്ക് എല്ലാം അഡ്മിഷൻ ലഭിക്കും എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം ഈ സ്റ്റുഡന്റ് ഫ്രണ്ട്ലി റീഫോം എന്ന ടേമിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. മുൻപ് +2 മാർക്കിന്റെ ബേസിസിൽ പല സെൻട്രൽ യൂണിവേഴ്സിറ്റികളും അവരുടെ അഡ്മിഷൻ നടത്തുമായിരുന്നു. പക്ഷേ ഈ വട്ടം തൊട്ട് ഈ ഒരൊറ്റ എൻട്രൻസിലൂടെ അവർക്ക് അഡ്മിഷൻ ലഭിക്കുക എന്നുള്ളത് ഒരു സ്റ്റുഡന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കാര്യമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ പറഞ്ഞതിനെല്ലാം പുറമെ ഇനി വരുന്ന കാര്യം കുറച്ച് ഗൗരവമേറിയതാണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കുള്ള അഡ്മിഷൻ, UGക്കുള്ള അഡ്മിഷൻ, ഡിഗ്രി നേടാനുള്ള നിങ്ങളുടെ അഡ്മിഷൻ ഇനി തൊട്ട് CUET വഴി മാത്രമേ നടക്കൂ എന്നതാണ് അദ്ദേഹം പിന്നെ പറയുന്ന ഒരു കാര്യം. ഈ CUET എക്സാം നിങ്ങൾക്ക് 13ഓളം ഭാഷകളിൽ അപ്പിയർ ചെയ്യാവുന്നതാണ്. ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം കൂടെ അദ്ദേഹം വാദിക്കുന്നത് ഞങ്ങൾ സ്റ്റുഡൻസിന് ഒരുപാട് ഓപ്ഷൻസ് കൊടുക്കുകയാണ്. വി ഹാവ് ഗിവൺ എ ലോട്ട് ഓഫ് ഓപ്ഷൻസ് ടു അവർ സ്റ്റുഡൻസ് എന്നാണ് അദ്ദേഹം ആ ഇന്റർവ്യൂവിൽ പറയുന്നത്. ഈ പറഞ്ഞതൊക്കെ ജഗദേഷ് കുമാർ UGC ചെയർപേഴ്സൺ എന്ന നിലയ്ക്ക് ചാനൽസിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞതാണ്. CUET നിങ്ങൾക്ക് ചോയ്സസ് തരുന്നുണ്ടോ, നിങ്ങൾക്ക് ഓപ്ഷൻസ് തരുന്നുണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാവുന്ന ഒന്നാണ്. ഈ UGCയുടെ ചെയർപേഴ്സൺ ആയിട്ടുള്ള ജഗദേഷ് കുമാർ
അദ്ദേഹത്തിൻ്റെ ഈ ഒരു പേഴ്സ്പെക്റ്റീവിൽ നിന്നുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഇനി ഇതിൽ നിന്ന് കുറച്ച് മാറിയുള്ള ട്വിറ്ററിലൂടെയെല്ലാം തങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞിട്ടുള്ള ചില ആൾക്കാരുടെ വ്യൂസിലേക്ക് നമുക്ക് പോകാം. ആദ്യ ട്വീറ്റിൽ പറയുന്നത് CUET എന്നത് കട്ട് ഓഫിലൂടെ ഉള്ള അഡ്മിഷൻ അത് നിർത്തുന്നതിനുള്ള നല്ലൊരു ഓപ്ഷനാണ്, നല്ലൊരു സൊല്യൂഷനാണ് CUET എന്നതാണ് ആദ്യമായി അവർ പറയുന്നത്. കട്ട് ഓഫിന് മാത്രമല്ല, ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് കിട്ടുന്നതിനായിട്ട്, അതായത് എല്ലാവരെയും ഒരു ലെവലിൽ നിന്ന് തന്നെ, മുമ്പ് ബോർഡ് എക്സാംസിൻ്റെ മാർക്സിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു, അത് എത്രത്തോളം ബയാസ്ഡ് ആണ് എന്നുള്ളതാണ് അവരുടെ വാദം എന്നുള്ളതൊക്കെ. അപ്പം അത് ശരിവെക്കുന്ന ഒന്നാണ് ഈ ഒരു ട്വീറ്റിലൂടെ. അതാണ് ഇവരുടെ ഒരു വ്യൂ ആയിട്ട് വരുന്നത്. കാരണം ഈ ലെവൽ പ്ലേയിങ് ഫീൽഡ് വരുന്നതോടുകൂടിയാണ് കോമ്പറ്റീഷൻ കറക്റ്റ് ആവുന്നത്. അപ്പോൾ അതിന് മുമ്പ് നടന്നതിൽ എന്തോ ഒരു പ്രശ്നമുണ്ടായിരുന്നു എന്നുള്ള രീതിക്കാണ് ഈ യൂസർ തങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ പറഞ്ഞതൊക്കെ CUETയുടെ നല്ല വശങ്ങൾ എന്ന് പറയുമ്പോൾ അവർ പിന്നെ മെൻഷൻ ചെയ്യുന്നൊരു കാര്യമുണ്ട്, ഇതൊരു റാറ്റ് റേസിൽ അവസാനിക്കരുത്. റാറ്റ് റേസ് എന്നും പറയുമ്പോൾ വിദ്യാർത്ഥികളെ ഏറ്റവും മുമ്പിലെത്തിക്കുക എന്നുള്ളൊരു മോട്ടീവ് മാത്രം കൊടുത്ത് അത് മാത്രം പഠിപ്പിക്കുന്ന ഒരു അവസരം ഉണ്ടാക്കരുത് എന്നുള്ളതാണ് അവരുദ്ദേശിച്ചിട്ടുള്ളത്. ഇതാണ് ഈ ഒരു വ്യൂവറുടെ പേഴ്സ്പെക്റ്റീവ് എങ്കിൽ മറ്റൊരു പേഴ്സ്പെക്റ്റീവ് ഉണ്ട്. ഈ യൂസറുടെ അഭിപ്രായ പ്രകാരം +2 ബോർഡ് എക്സാം മാർക്സ് ഇല്ലാതെ കോളേജിലേക്ക് കോമൺ എൻട്രൻസ് വഴി വിദ്യാർത്ഥികളെ കോളേജുകളിലേക്ക് അഡ്മിറ്റ് ചെയ്യുന്നതും +2 മാർക്സ് ബേസ്ഡ് ആക്കാതെ ഒരു അഡ്മിഷൻ നടത്തുന്നതും നമ്മുടെ സിസ്റ്റത്തിൻ്റെ സ്റ്റാൻഡേർഡ് കൂട്ടും എന്നുള്ളതാണ് ഈ ഒരു വ്യക്തി പറയാനുള്ളത്. ഇതുകൂടാതെ വിദ്യാർത്ഥികൾക്കുള്ള സ്ട്രെസ് കുറയുമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ആദ്യ അക്കൗണ്ടിൽ പറഞ്ഞത് ഒരു റാറ്റ് റേസിന് തുടക്കം കുറിക്കാതെ നോക്കണം, കാരണം അതിനൊരു പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ്. കാരണം വിദ്യാർത്ഥികൾ ഇതിൻ്റെ പുറകെ ഓടാൻ തുടങ്ങും എന്നുള്ള ഒരു കൺസേൺ ആണ് അവർ ഷെയർ ചെയ്തതെങ്കിൽ ഇവിടെ പറയുന്നത് ഇത് സ്ട്രെസ് സ്റ്റുഡൻസിന് വരുന്ന സ്ട്രെസ് കുറയ്ക്കാൻ സഹായിക്കുമെന്നുള്ളതാണ് ഇവിടെ ഇദ്ദേഹം പറയുന്നത്. സ്ട്രെസ് കുറയ്ക്കുക മാത്രമല്ല, ഈ CUETയിലൂടെ കുട്ടികളെ എടുക്കുന്നത് വളരെ സ്റ്റാൻഡേർഡ് കൂട്ടുമത്രേ നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ. പക്ഷേ ഇദ്ദേഹത്തിനും ഇവിടെ ഒരു കൺസേൺ ഉണ്ട്. അദ്ദേഹം പറയുന്നത് ഇതുകൊണ്ട് നമ്മുടെ കോച്ചിങ് കൾച്ചർ, സയൻസസിലെല്ലാം ഒരുപാട് കണ്ടുവരുന്ന ആ ഒരു കോച്ചിങ് കൾച്ചറിൽ CUETയും കടന്നു ചെല്ലും. CUET കോച്ചിങ് സെൻറ്റേഴ്സും വളരെയധികം വളരാൻ പോവുകയാണ്, എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ആണ് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതാണ് ഇദ്ദേഹം ഷെയർ ചെയ്യുന്ന കൺസേൺ. ഇവർ രണ്ടുപേരും CUETയെ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ വളരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഇതിനെതിരെ വരുന്ന ചില പേഴ്സ്പെക്റ്റീവ്സ്, ഇതിനെതിരെ വരുന്ന ചില വാദങ്ങളുമുണ്ട്. അതിലേക്ക് നമുക്ക് നോക്കാം. ഇദ്ദേഹത്തിന് പറയാനുള്ളത് രാജ്യത്ത് ഇനി നടക്കാൻ പോകുന്നത് ഹയർ എഡ്യൂക്കേഷൻ്റെ IITിഫിക്കേഷൻ ആണെന്നുള്ളതാണ്. അതുപോലെ ഫിജിഫിക്കേഷൻ ഓഫ് സ്കൂളിംഗ്. അദ്ദേഹം പറയുന്നത് സ്കൂളുകളിൽ തൊട്ടേ CUETക്കായിട്ട് കുട്ടികളെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു സാധ്യത അദ്ദേഹം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ ഒരു കാര്യം പറയുന്നത്. സ്കൂൾ എന്ന് പറയുമ്പോൾ +1 +2 അല്ല, ഈ 2 ക്ലാസ്സുകളും സ്കൂളിലാണെങ്കിൽ പോലും ഈ സമയത്ത് നിങ്ങൾ സീരിയസ് ആവേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഒരു 5ാം ക്ലാസ് 6ാം ക്ലാസ് തൊട്ട് IITസിന് വേണ്ടി കോച്ചിങ് നൽകുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇന്ത്യയിൽ തന്നെയുണ്ട്. 5ഉം 6ഉം അല്ല, അതിലും താഴെ ക്ലാസ്സുകളിലുള്ളവയുണ്ട്. ഈ ഒരു കോച്ചിങ് കൾച്ചർ, ഈ IITയിലേക്കുള്ള ആ ഒരു ഒബ്സഷൻ തന്നെ CUETക്കും വരുമോ എന്നുള്ളതാണ് ഇദ്ദേഹം ഷെയർ ചെയ്യുന്ന ഫസ്റ്റ് കൺസേൺ. പിന്നെ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, IITസിൻ്റെ കാര്യത്തിൽ കൂടുതലും പഠിക്കുന്നത് പ്രിവിലേജ് ക്ലാസ്സിലുള്ളവർ, പ്രിവിലേജ് കാസ്റ്റിലുള്ളവരാണ്. മാർജിനലൈസ്ഡ് ആയിട്ടുള്ള കാസ്റ്റിനും ക്ലാസ്സിനുമെല്ലാം അവിടേക്ക് എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുണ്ട്. ഇതേ കാര്യം തന്നെയാണ് ഇപ്പോൾ CUET വഴി സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലും സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ വ്യൂ. അരികുവൽക്കരിക്കപ്പെട്ട ഒരു വിഭാഗം ആൾക്കാരെ വീണ്ടും അരികുവൽക്കരിക്കാൻ വേണ്ടി ഇന്ത്യൻ വിദ്യാഭ്യാസ സമ്പ്രദായം പുതിയ വഴികൾ കണ്ടെത്തുന്നു എന്നുള്ളതാണ് CUETയെ പറ്റി ഇദ്ദേഹത്തിന് പറയാനുള്ളത്. ഇതൊക്കെ പല വ്യക്തികളാണ്, ഇവരുടെ വ്യൂസ് പലതാണ്. ഇതല്ലാതെ CUET ഡയറക്റ്റ് ആയിട്ട് അഫക്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തി ഇതിനെപ്പറ്റി വളരെ കാര്യമായി പഠിച്ച് അതിനെപ്പറ്റി അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫേസ്ബുക്കിലൂടെയാണ് മിറാൻഡ ഹൗസ് ഫാക്കൽറ്റി ആയിട്ടുള്ള ആഭാദേവ് ഹബീബ് തൻ്റെ അഭിപ്രായം പ്രകടിപ്പിച്ചത്. ആഭാദേവ് ഹബീബിന് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം. ആഭാദേവ് ഹബീബ് പറയുന്നത് CUET ഒരിക്കലും മുമ്പ് ബോർഡ് എക്സാം വഴി സ്റ്റുഡൻസിനെ എടുത്തിരുന്ന ആ ഒരു ഫോർമാറ്റ് അല്ലെ ആ ഒരു രീതി പോലെ ഒരിക്കലും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒന്നല്ല എന്നുള്ളതാണ്. ഒരുപാട് കോളേജുകൾക്ക്, ഡൽഹി യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ മറ്റ് യൂണിവേഴ്സിറ്റികളായിക്കോട്ടെ, അവിടെയെല്ലാം അവർക്ക് ഓട്ടോണമസ് സ്റ്റാറ്റസ് ഉണ്ട്. അവരുടെ ഇഷ്ടത്തിന് പരീക്ഷ നടത്താനും അവരുടെ ഇഷ്ടത്തിന് അത് ചെക്ക് ചെയ്യാനും എല്ലാം ഉള്ള ഒരുപാട് സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. ആ ഒരു സ്ഥിതിയെ ഈ ഒരു CUET എന്നുള്ളൊരു ഫോർമാറ്റ്, ആ ഒരു എക്സാം ബാധിക്കുമെന്നുള്ളതാണ് പിന്നെ ആഭാദേവ് പറയുന്നത്. പ്രൊഫസർ പിന്നെ റേസ് ചെയ്യുന്ന ഒരു കൺസേൺ എന്ന് പറയുന്നത് ഈ ഒരു എക്സാമിലേക്ക് നമ്മുടെ അഡ്മിഷൻ ചുരുങ്ങുമ്പോൾ, അവരെ സംബന്ധിച്ച് ചുരുങ്ങുകയാണ്. അങ്ങനെ ചുരുങ്ങുമ്പോൾ +1 +2 വിദ്യാഭ്യാസത്തിന് പ്രത്യേകിച്ച് ഒരു അർത്ഥമില്ലാതാവുന്നു എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അതായത് +1 +2 എക്സാംസിന് യാതൊരു വാല്യൂവും കൽപ്പിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ ആരും തന്നെ അത് പഠിക്കില്ല. അതേ സ്ഥാനത്ത് ഈ എക്സാം പാസ് ആവേണ്ട കാര്യങ്ങൾ മാത്രം പഠിച്ച്
എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു പഠനത്തിലേക്ക് മാറും. അതേ സ്ഥാനത്ത് ഡീപ്പായിട്ടൊരു സബ്ജക്റ്റിനെ പറ്റിയുള്ള വിവരം, നിങ്ങൾക്കറിയാം ഒരുപാട് കാര്യങ്ങൾ പഠിക്കുമ്പോഴാണ് നമുക്ക് അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യനോ 2 ക്വസ്റ്റ്യനോ വരിക. അതേ സ്ഥാനത്ത് CUET ഫോക്കസ് ചെയ്ത് നിങ്ങൾ പഠിക്കുമ്പോൾ CUETക്കായിട്ടുള്ള ടോപ്പിക്സ് മാത്രം നിങ്ങൾ കവർ ചെയ്തു പോകും. നിങ്ങൾക്ക് ആ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് കിട്ടേണ്ട, നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസം ഈ CUET വരുന്നതോടുകൂടി ഇല്ലാതാകും എന്നാണ് ആഭാദേവ് ഹബീബ് പറയുന്നത്. പിന്നത്തെ അവരുടെ കൺസേൺ കോച്ചിങ് കിട്ടുന്നവർക്ക് മാത്രം. നേരത്തെ ഒരു യൂസർ പറഞ്ഞിരുന്നു കോച്ചിങ് കൾച്ചറിന് ഭയങ്കര ബൂമാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന്. സോ അതുപോലെ ഒരു ഗ്രോത്ത് ഉണ്ടാവുന്നതോടുകൂടി കോച്ചിങ് ലഭിക്കുന്നവർക്ക് ഈ ഒരു എക്സാമിൽ വല്ലാത്തൊരു അഡ്വാൻറ്റേജ് കിട്ടും എന്നുള്ളതും ഇവർ പറയുന്നുണ്ട്. കോച്ചിങ് ലഭിക്കുന്ന കുട്ടികൾക്ക് മാത്രമല്ല, ഈ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിനും അതുപോലെ ടെസ്റ്റിംഗ് ഏജൻസീസിനും ഇത് വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണെന്നും അവർ മെൻഷൻ ചെയ്യുന്നു. ഈ കൺസേൺസ് എല്ലാം റേസ് ചെയ്ത ശേഷം അവർ ചോദിക്കുകയാണ്, ഇതെല്ലാം അവിടെ നിന്നുകൊണ്ട് തന്നെ ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ NTA-ക്ക് ഇങ്ങനെ ഒരു എക്സാം ഓൾ ഇന്ത്യ ആയിട്ട് നടത്താനുള്ള ഒരു എക്സ്പീരിയൻസോ അല്ലെങ്കിൽ അതിൻ്റെ സംവിധാനങ്ങളും ഉണ്ടോ? അതാണ് ആ ഒരു ക്വസ്റ്റ്യൻ റേസ് ചെയ്തുകൊണ്ടാണ് അവർ അവരുടെ പോസ്റ്റ്, ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. അങ്ങനെയാണ് ചെറിയ ചെറിയ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ എക്സാം മാത്രം നടത്തി, അല്ലെ ചെറിയ സ്കെയിലിൽ എക്സാം നടത്തിയിട്ടുള്ള NTA-ക്ക് ഇത്രയും വലിയ, അതായത് +2 സ്റ്റുഡൻസ് മൊത്തം എഴുതാൻ പോകുന്ന ഒരു എക്സാം ആയിരിക്കും CUET 2022 എന്നുള്ളത്. അത് നടത്താനുള്ള കെൽപ്പുണ്ടോ എന്നുള്ള ചോദ്യത്തോടു കൂടി ആഭാദേവ് ഹബീബ് തൻ്റെ നിലപാട് വ്യക്തമാക്കി എന്ന് ഉറപ്പാക്കുന്നു. പല വ്യക്തികളുടെയും അതുപോലെ പല സ്ഥാനത്തിരിക്കുന്നവരുടെയും ഒരേ കാര്യത്തെപ്പറ്റി, അതായത് ഒരൊറ്റ എക്സാമിനെ പറ്റി, CUET-യെ പറ്റിയുള്ള പല പേഴ്സ്പെക്റ്റീവ്സ്, പല രീതിയിലാണ് അവർ ഈ ഒരു എക്സാമിനെ നോക്കി കാണുന്നത്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞാനിവിടെ ഇതൊക്കെ അനലൈസ് ചെയ്ത് നിങ്ങളിലേക്ക് ഈ വിവരങ്ങൾ എത്തിച്ചു തരുന്നത്. തുടങ്ങുമ്പോഴേ ഞാൻ പറഞ്ഞു, ഇതിൽ ശരി തെറ്റ് എന്നുള്ളതല്ല, ഇതെല്ലാം അറിയുക, ഇത് അറിഞ്ഞതിന് ശേഷം നിങ്ങളൊരു തീരുമാനത്തിലേക്ക് എത്തുക, അല്ലെങ്കിൽ എക്സാമിന് അപ്പിയർ ചെയ്യാൻ പോകുന്നവർ എന്ന നിലയ്ക്ക് ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് ഒരു നെസസറി ആയിട്ടുള്ള കാര്യമാണ് എന്ന് തോന്നൽ തന്നെയാണ് ഈ വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത്. നിങ്ങൾ കണ്ടു, ചിലർ CUET വരുന്നതിനെ സ്റ്റാൻഡേർഡ് കൂട്ടുന്നതായിട്ടും അതുപോലെ കട്ട് ഓഫ് വെച്ചുള്ള അഡ്മിഷൻസിന് ഒരവസാനം വരുന്നതോടുകൂടി എഡ്യൂക്കേഷൻ സിസ്റ്റം മെച്ചപ്പെടുമെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന ആൾക്കാരും, അതുപോലെ CUET വരുന്നതോടുകൂടി ചില ആൾക്കാർ മാർജിനലൈസ്ഡ് ആവുമെന്നും അതുപോലെ കോച്ചിങ് കൾച്ചറിനുള്ള ബൂം ഉണ്ടാവുമെന്നും എല്ലാം മെൻഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ പറയുന്ന, നിലപാട് അറിയിക്കുന്ന ചില ട്വീറ്റ്സ്, അതുപോലെ ന്യൂസ് റിപ്പോർട്ട്സ്, ഫേസ്ബുക്ക് പോസ്റ്റ് എല്ലാം തന്നെ നിങ്ങൾ കണ്ടു. CUET എന്ന എക്സാമിനെ പല രീതിയിൽ നിങ്ങളെ കാണാൻ, പല രീതിയിൽ ഇതിനെ അനലൈസ് ചെയ്യാൻ നിങ്ങളെ ഈ വ്യൂസ് സഹായിക്കുമെന്ന് തന്നെ ഞാൻ കരുതുന്നു. ഇതിലെ ശരിതെറ്റുകൾ മാറ്റി വെച്ചുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, CUET എന്നുള്ളത് ഒരു റിയാലിറ്റിയാണ്. അതിപ്പം എത്രത്തോളം നല്ലതാണെങ്കിലും ശരി, അത്രത്തോളം മോശമാണെങ്കിലും ശരി, CUET 2022 നടക്കും എന്നുള്ള കാര്യത്തിലും അതുപോലെ ഈ ഒരു എക്സാം വെച്ചിട്ടായിരിക്കും നിങ്ങളുടെ അഡ്മിഷൻസ് നടക്കുക സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്ക് എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവും ബാക്കി നിൽക്കുന്നില്ല. CUET എങ്ങനെയാണെങ്കിലും സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാൻ ആഗ്രഹമുള്ള നിങ്ങൾ വിദ്യാർത്ഥികൾക്ക് ഇത് ക്ലിയർ ചെയ്താൽ മാത്രമേ അടുത്തത് എന്ത് എന്നുള്ള ഒരു ചോദ്യത്തിന് ഉത്തരമാവുകയുള്ളൂ. UGC റിലീസ് ചെയ്ത നോട്ടിഫിക്കേഷനിൽ അവർ പറയുന്നുണ്ട്, April 1st വീക്ക് തൊട്ട് അപ്ലിക്കേഷൻ സ്വീകരിച്ചു തുടങ്ങും, July 1st വീക്കിൽ എക്സാമും ഉണ്ടാവും. CUET-യെ പറ്റി ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ വന്ന സ്ഥിതിക്ക് ഇനി നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ഒരു കാര്യമാണ്, അത് പ്രിപ്പറേഷനാണ്. +2 മാർക്സ് വെച്ചുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കുള്ള അഡ്മിഷൻ ഒരു പക്ഷേ അടുത്ത വർഷം അതൊരു യാഥാർത്ഥ്യമായേക്കാം. പക്ഷേ ഈ വർഷം അങ്ങനെ ഒരു ഓപ്ഷൻ നമ്മുടെ മുന്നിലില്ല. CUET നല്ലപോലെ പെർഫോം ചെയ്യുക. അങ്ങനെ നല്ലപോലെ നിങ്ങളെ പെർഫോം ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് Prepwise. CUET ക്ലിയർ ചെയ്യാൻ ആവശ്യമായ ക്ലാസ്സസ്, വാല്യൂ ആഡഡ് നോട്ട്സ്, എക്സാമിനോട്, CUET എന്ന എക്സാമിനോട് നിങ്ങൾക്ക് പൊരുത്തപ്പെടാൻ സഹായിക്കുന്ന ടോപ്പിക് ടെസ്റ്റുകൾ, അതുപോലെ മോക്ക് ടെസ്റ്റുകൾ എല്ലാം Prepwise പ്രൊവൈഡ് ചെയ്യും. സ്ട്രീം ഏതും ആയിക്കോട്ടെ, +2 പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് നിങ്ങളെങ്കിൽ, ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ CUET ജേർണി Prepwise-നോടൊപ്പം തുടങ്ങാം. Prepwise-ന്റെ എല്ലാ ക്ലാസ്സസും ആപ്പ് ത്രൂ ആണ്. ആപ്പ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. Prepwise-നെ പറ്റി കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഡിസ്ക്രിപ്ഷനിൽ ലിങ്കും ഉണ്ട്. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ടീം നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ എല്ലാവരും തന്നെ ബോർഡ് എക്സാംസിൻ്റെ ചൂടിലേക്ക് പോവുകയാണെന്നറിയാം. എങ്കിലും ബോർഡ് എക്സാംസിനിടയിൽ കൂടെ തന്നെ നിങ്ങൾക്ക് CUET-ക്ക് ആവശ്യമായിട്ടുള്ള ഏരിയാസും നല്ലപോലെ പഠിച്ച് മുന്നോട്ട് പോയിക്കോളൂ. ഈ നടന്ന ചർച്ചകൾ കൊണ്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടാവുന്നുണ്ടോ CUET-യിൽ? പുതിയ എന്തൊക്കെ വിവരങ്ങൾ UGC CUET-യെ പറ്റി റിലീസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതെല്ലാം ഏറ്റവും ആദ്യം തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിക്കുന്നതായിരിക്കും. ആ അപ്ഡേറ്റ്സ് കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. CUET-യെ സംബന്ധിച്ച് പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വൈകാതെ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അതുവരേക്കും പീസ് ഔട്ട്.